ഹേയ് ഹലോ, എൻ്റെ പേര് മൗനിക. നിങ്ങളെന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ട് ഒരു 2 മന്ത്സ് കഴിഞ്ഞു, 2 മന്ത്സ് മേലെയായി. അപ്പോൾ ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ജൂലൈ 19 ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുടിയിൽ ഞാൻ ഒന്നും ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ജൂലൈ 19 ഞാൻ ആദ്യമായിട്ട് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അതും എനിക്ക് ടെമ്പററി ആയിട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ടെമ്പററി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പെർമനൻറ്റിലേക്ക് പോകാമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ ടെമ്പററി ആയിരുന്നു ചെയ്തത്. ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് ഒട്ടും മാനേജബിൾ, കാരണം വെച്ചാൽ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറാണ്. ചീകി കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് ഇച്ചിരി മെനക്കി കിടക്കും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മുടിയെല്ലാം കൂടി ചുരുണ്ടങ്ങ് മേലോട്ട് കയറും. അപ്പോൾ അത്ര അവസ്ഥയായിരുന്നു. പിന്നെ അതുകൊണ്ട് എനിക്ക് ഈ വർക്കിൻ്റെ ഇടയിൽ, അതായത് ഞാൻ കോളേജിൽ പോകുന്നുണ്ട്, ഒരുപാട് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരുപാട് വർക്ക് ലോഡ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മുടി കുറച്ചൊന്ന് മെനക്കാക്കി ഇടാമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ബോട്ടോക്സ് ചെയ്തതാണ്. പെർമനൻ്റ് ആയിട്ടാണ് ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നല്ല കോയിലി ആയിരുന്ന ഹെയർ പെട്ടെന്നങ്ങ് കറക്റ്റ് പക്കാ സ്ട്രെയിറ്റ് ഹെയർ ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് വിഷമം വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ആ ഒരു, എല്ലാവരും പറഞ്ഞ് മുഖത്തിൻ്റെ ഒരു ഐശ്വര്യമൊക്കെ പോയി. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചിലരൊക്കെ പറഞ്ഞ് മുഖത്തിൻ്റെ ഐശ്വര്യം പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ കുറ്റം പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര മാനേജബിൾ ആയിരുന്നു. പക്ഷെ കണ്ണാടി നോക്കുമ്പോൾ മാത്രം നമുക്കത്ര ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയായിരുന്നു. പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടോക്സിൻ്റെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 8 വാഷ്, അതായത് 8 പ്രാവശ്യം തല നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോവും എന്നുള്ളതാണ്. എനിക്കിപ്പം 2 മന്ത്സ് മേലെയായി. ഇന്നിപ്പം ഡേറ്റ് ഒക്ടോബർ 1 അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 8 വാഷൊന്നും അല്ല, അതിന് മേലെയായി. ഞാൻ ആഴ്ചയിൽ 4 വട്ടം തല വാഷ് ചെയ്തിട്ടും എൻ്റെ ഹെയറിന് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നത് ഒരു കേർലി വേവ് ടെക്സ്ചറിലായി കഴിഞ്ഞു. ഇപ്പം എനിക്കിങ്ങനെ ഒരു ലുക്കാണ് എനിക്കിഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ അങ്ങ് ചുരുണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, തീരെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല. ഈ ഒരു വേവി ടെക്സ്ചറെല്ലാം വരുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ തലമുടി പഴയ സ്റ്റേജിലോട്ട് ആയിക്കൊണ്ടിരിക്കണം. അതിൻ്റെയാണ് ഇങ്ങനെ വളഞ്ഞും വളഞ്ഞൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാനൊരു 100% സാറ്റിസ്ഫൈഡ് ആണ് ബോട്ടോക്സ് ചെയ്തതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുടി ആ പൊട്ടിപ്പോകുന്ന ഇതുണ്ടായിരുന്നു, അത് മാറി കിട്ടി. പിന്നെ ഹെയർ ഫോള് നല്ല രീതിക്കുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒരു 30-35 മുടിയോളം പൊഴിയായിരുന്നു. ഇപ്പം ഒരു 10-12-15 മുടിയൊക്കെ പൊഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന് ഭയങ്കര ഒരു ഫ്രിസ്നെസ്സൊക്കെ അങ്ങ് മാറി. സലൂണിൽ പോയിട്ട് പറയുമ്പോഴത്തേനും ഈ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോർമാൽഡിഹൈഡ് നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എനിക്ക് ഒട്ടും റിഗ്രറ്റ് ഇല്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ കൂടി അറിയിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. എൻ്റെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ മുടിയുടെ, ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുടിയുടെ ലുക്ക്, ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾ കണ്ടു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇരുന്നു, പണ്ട് എങ്ങനെ ഇരുന്നു എന്നുള്ളത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു എൻ്റെ ഹെയർ ഇരുന്നത്. ഇപ്പം ഇങ്ങനെയായി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ബോട്ടോക്സ് ചെയ്യാനിരിക്കുന്ന ആർക്കെങ്കിലും പ്രയോജനപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി എന്തെങ്കിലും ഒരു സംശയമോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.